ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. 2-3 ദിവസം ശരിക്കും വീഡിയോസ് ഇടാത്ത കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചു എന്ത് പറ്റി കവി, എന്താണ് വീഡിയോസ് ഇടാത്ത, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, സുഖമില്ലായ്മ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും എൻ്റെ വീഡിയോ കാണാത്തപ്പോൾ എന്നെ കാണാത്തപ്പോൾ നിങ്ങളൊക്കെ അന്വേഷിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു മൂഡ് തോന്നിയില്ല വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് വരാൻ കാരണം, എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി. കാരണം ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ ഉള്ള വാർത്തയാണ്. ഒരമ്മയും ഒരു കുഞ്ഞും ആത്മഹത്യ ചെയ്തൊരു വാർത്ത. ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കയറിൽ കെട്ടിത്തൂക്കി അതേ കയറിൽ അമ്മയും ജീവനൊടുക്കിയ ഒരു വാർത്ത. എല്ലാവരും കേട്ടപ്പോൾ ശരിക്കും ഞെട്ടലോടെയല്ലേ കേട്ടിട്ടുണ്ടാവുക. ഞാനും അതേ കേട്ടോ, ഒരുപാട് സങ്കടം തോന്നി. കാരണം വെച്ചാൽ എത്ര ഒരു കുഞ്ഞ് പൈതൽ, 1.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ്, അതിൻ്റെ ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ എങ്ങനെ അവർക്ക് അതിനെ ഇല്ലായ്മ ചെയ്യാൻ തോന്നിയെന്ന് എനിക്ക് ഭയങ്കര അത്ഭുതത്തോടെയാണ് ആ വാർത്ത കേട്ടത്. നമുക്കൊരു പൂച്ചക്കുഞ്ഞിനെ പോലും ഉപദ്രവിക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സ്വന്തം ജന്മം നൽകിയ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുമ്പോൾ, കുഞ്ഞിനെ ഒരു ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് അവരറിയാം. ഫാമിലിയിൽ ഹസ്ബൻഡിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും ഫാമിലിയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളൊക്കെ അവർ കേട്ടിട്ടുണ്ട്. ജീവിതം ഒരുപാട് മടുത്ത് അത്രക്കും ജീവിതത്തിൽ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചിന്തയിലായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. എന്നാലും ആ കുഞ്ഞിനെ കയറിൽ കെട്ടിത്തൂക്കുക ധൈര്യം ഉണ്ടെങ്കിൽ, അത്ര ധൈര്യം വേണ്ടല്ലോ നമുക്ക് ജീവിക്കാൻ. അത്രയും ഒരു മനസ്കട്ടിയുള്ള ഒരാൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്തുകൊണ്ട് പറ്റിയിട്ടില്ല? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അവർക്ക് അങ്ങനെ ഒരു തോന്നൽ? ഒരു നിമിഷത്തെ ചിന്തയായിരിക്കും അവരങ്ങനെ ആരെയോ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിനും അവരെ ഫാമിലിയിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ആരാണ് തോറ്റത്? ആ അമ്മയും കുഞ്ഞും മാത്രമല്ലേ തോറ്റിട്ടുണ്ടാകും. കുറച്ച് ദിവസം എല്ലാവരും ചിന്തിക്കും. അവളെ വീട്ടുകാരാണെങ്കിലും ചിലപ്പോൾ അമ്മക്ക് കുറച്ച് കാലം ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അതല്ലാതെ ആർക്കും വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. ഹസ്ബൻഡ് വേറെ, ആ സ്ത്രീയുടെ ഹസ്ബൻഡിന് വേറെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും, കല്യാണം കഴിക്കും, നല്ലൊരു ഫാമിലി ഉണ്ടാവും, വീട്ടുകാർ മറക്കും, എല്ലാവരും മറക്കും, കൂട്ടുകാർ മറക്കും, നാട്ടുകാർ മറക്കും, ന്യൂസ് കണ്ട നമ്മളെല്ലാവരും അവരെ മറക്കും. കുറച്ച് ദിവസങ്ങൾ മാത്രം ന്യൂസിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കും, പിന്നീട് എല്ലാവരും മറക്കും. അവരെ അങ്ങനെ ചെയ്തത് വെറും വിഡ്ഢിത്തമായിപ്പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. സുഖമായിട്ട് ജീവിച്ച് കാണിച്ചിടുക, നല്ലൊരു ജോലിയുണ്ട് ആ പെൺകുട്ടിക്ക്. ഒരു പെൺകുട്ടിയെ കയ്യിൽ ദൈവം നല്ലൊരു മോളെ കൊടുത്തിട്ടുണ്ട്. അതിനെ അന്തസ്സായി വളർത്തി, അവരെ ഉപദ്രവിച്ച് അവർക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളൊരു ധൈര്യം അവർക്ക് ഇല്ലാതായിപ്പോലും അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക്, നമ്മളെപ്പോലെ ആൾക്കാരൊക്കെ എത്രമാത്രം റിസ്ക് എടുത്ത് അവരുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതെന്നറിയാം. ഇവർക്ക് ദൈവം എല്ലാ ഭാഗ്യങ്ങളും കൊടുത്തിട്ടുണ്ട്.